ഇന്നത്തെ ഈ ചതയദിന സത്സംഗം ഹോസ്റ്റ് ചെയ്യുന്നത് ക്രോയിഡോണിൽ നിന്നും ശ്രീ ജയനും കുടുംബവുമാണ്. ശ്രീ ജയനെയും കുടുംബത്തിനെയും ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന നമുക്കൊരു ഗുരുസ്മരണയോടെ തുടങ്ങാം. ദീപാർപ്പണം ശ്രീ സദാനന്ദൻ ദിവാകരൻ, ഹേവാഡ് ഹീത്തിൽ നിന്നും സദാനന്ദൻ ചേട്ടനെ ദീപാർപ്പണത്തിന് സ്വാഗതം ചെയ്യുന്നു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും ദം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭാവബന്ധമൊടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനമടിയൻ കൊടുത്തിനേ. അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതേ ഇരുൾ തുരന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ. സ്വയമയാർന്ന മണിഭൂഷണത്തിലും തുമനോജമാലാർമാല തന്നിലും ഹേമവിഗ്രഹമരീചിതേടുവീ കോമള പ്രഭ തിളങ്ങണേ വിഭോ. മാറ്റി നിൻ മുഖരസം മറച്ചിതിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടഴും കാറ്റിലാടരുതിൻ ശിഖാഞ്ജലം. ചീർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടാകിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്തതീശമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നന്ദി സദാനന്ദൻ ചേട്ടാ. അടുത്തായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഗുരു ഷഡ്കമാണ്. ബർമിഹാമിൽ നിന്നും അരുണിമ സജീഷാണ്. അരുണിമ മോളെ ഈ പ്രാർത്ഥനാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരുവേ ഫസ്റ്റ് വീക്ക്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ നമഃ. ഉറക്കെ പറഞ്ഞോ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധരം സത്യഹേതവേ നാരായണ ചിന്തായ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശക്തമഃ
नमो भगवते नित्य महात्मने नारायणादिदाय स्मृते करवे नमः महनीचदत्ताय महादामने नारायणादिदाय स्मृति करवे नमः श्री कृष्ण संदेश अमृत कुविदाय स्मृति करवे वर्णम वचम Manamoti Lokan Rava Smithikaranam Yaskana complacity Ada Ambal Rolava Nagavan Aditaya Smithikaranam Shanti Shanti Shanti. വളരെ നന്ദി അരുണിമ മോളെ. ഇത്ര മനോഹരമായിട്ടാണ് മോള് ചെല്ലുന്നത്. മോക്കും കുടുംബത്തിനും ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് ദൈവദശകമാണ്. നോട്ടിഹാമിൽ നിന്നും ഹയ രാജേഷ്. ഹയമോളെ ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങ് ഞങ്ങളെ. നാവികന്നീ ഭവാർത്തിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാതെ മുട്ടാതെ തന്നുരേക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തെരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാ, ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ശാന്തി ശാന്തി ശാന്തി. ഇപ്പോഴത്തെയും പോലെ വളരെ മനോഹരമായി തന്നെ ദൈവദശകം ഹയമോള് ആലപിച്ചു. ഹയമോക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനയില് വിനായകാഷ്ടകമാണ്. ബർമിഹാമിൽ നിന്നും മാസ്റ്റർ ആദിദേവ്
മാസ്റ്റർ ആദിനാഥ്. 2 കുഞ്ഞുമക്കളെയും ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭജേഭീഷ്ടസന്ധം 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 നമത്തെ വരുന്ദം ലസത്വേദബന്ധം ചിരശ്രീമദിന്ദം ചിരശ്രീമുകുന്ദം ബൃഹച്ചാരുതുണ്ഡം സ്വദശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ധം കലത്തേവ ഗോത്രം കനത്തേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താതിദാത്രം ഭജേ ശക്തിപുത്രം കലത്താനമാലം ചലദ്ഭോഗിമാലം കലംബോധകാലം സദാദാനശീലം സുരാരാതികാലം മഹേഷ്ടാത്മബാലം ലസത്പുണ്ഡപാലം ഭജേ ലോകമൂലം കടേദാനപൂരം പുരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം യോദാത്രിപാരം കടേദാനപൂരം ജഡഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം കരാരുദമോക്ഷം വിപത്പങ്കദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിത അമൃതവൃക്ഷം സുരാരീതൃദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാതുമീശം നിദാനൗഭാവം ചക്രപ്രേമകോശം ധൃതശ്രീനിശേഷം ലസദന്തകോശം ചലച്ചൂലപാശം ഭജേ കൃത്തപാശം തദാനേകസന്ധം സദാദാനവന്തം ബുധശ്രീകരന്തം ഗജസ്യം വിവന്തം കരാത്മീയദന്തം ത്രൈലോകൈകവൃന്ദം സുമന്ദം പരന്ദം ഭജേഹം ഭവന്തം ശിവപ്രേമപിന്ദം പരം സ്വർണവർണം ലസദന്തകന്ദം സദാനന്ദപൂർണം വിവർണ പ്രഭസ്യം ധൃതസ്വർണബന്ധം ചലച്ചാരുശുണ്ഡം ഭജേദാന്തിതുണ്ഡം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വളരെ മനോഹരമായിട്ട് 2 മക്കളും ആലപിച്ചു. മക്കൾക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ചതയദിന സത്സംഗത്തില് ഒരു സ്വാഗതമാണ്. സേവനം UK കൺവീനർ ശ്രീ സജീഷ് ദാമോദരനെ സ്വാഗതത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീദാനാം ശുദ്ധികേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ആത്മാ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സേവനം UKയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചതയദിന സത്സംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു സത്സംഗങ്ങൾ ഈ വിദേശ നാടുകളിൽ ഇങ്ങനെ ഇരുന്ന് കൂടുമ്പോൾ. പ്രത്യേകിച്ചും നമ്മുടെ സേവനം എന്ന സ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഒരു വളർച്ചയുടെ പടവുകളാണ് ഇന്ന് ഏതാനും കുറച്ചു മുമ്പ് ചെറിയ കുട്ടികൾ ഇതുപോലെ ഈ ഗുരുദേവ കൃതികളുടെയൊക്കെ ആലാപനം നടത്തുന്നത്. എപ്പോഴും ഒരു സംഘടനയുടെ ഒരു മുഖപത്രമാണ് ഈ കാണുന്നത്. കാരണം കുട്ടികളെ ബാലദീപം എന്ന ഒരു കാര്യത്തിലൂടെ കുട്ടികളെ പ്രാപ്തരാക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിയുന്നു എന്നുള്ളത് ഗുരുദേവ ദർശനം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ കാണിക്കുന്ന, അല്ലെ നമ്മുടെ സംഘടന കാണിക്കുന്ന ഒരു വിശ്വാസ്യതയാണ്, ഒരു പ്രവർത്തന മികവാണ് എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി അഭിമാനം, അതിലേറെ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടുമല്ല. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ശിവഗിരി ആശ്രമ UK എന്ന നമ്മുടെ സ്വപ്ന ഒരു ആത്മീയ കേന്ദ്രത്തിന്റെ ആ ഒരു ഇവിടെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ
കുറച്ച് മുമ്പ് തന്നെ വന്നിരുന്നു. ഇവിടെ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടും അറിയുന്ന ശ്രീനാരായണ ഗുരു ഹാർമണി 2025 എന്നുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഈ ചതയദിന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടുമ്പോൾ ഈ കുട്ടികളുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഗുരുദേവ ദർശനങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്, നമുക്കിന്ന് ഇതുപോലെ നമ്മുടെ ഒരു കൊച്ചുമോള് നമുക്കായിട്ട് ഗുരുദേവ ദർശനങ്ങൾ, അത് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പം മോളുടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, കേരള ചരിത്രവും ഈഴവ ചരിത്രവും ഗുരുദേവ ചരിത്രവും ഒക്കെ എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ പറയാനായിട്ട് പ്രാപ്തരായിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 6 വയസ്സിൽ തുടങ്ങി ഇന്ന് 6ാം ക്ലാസ്സിൽ എത്തി നീക്കുന്ന ഈ കൊച്ചുമിടുക്കി ഏകദേശം 97 വേദികൾ പങ്കിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, ഇപ്പൊ നമ്മളുടെ ഈ ഗൗരി നന്ദ വന്ന് നമ്മളോട് സംസാരിക്കാൻ വരുന്ന പോലെ പുതിയ തലമുറയ്ക്ക് നമ്മൾ ഇതൊക്കെ പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്കൊരു പ്രതലം വേണം, അതൊരു പ്രസ്ഥാനം വേണം. ആ പ്രസ്ഥാനത്തിലൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നമുക്ക് 14 കുടുംബ യൂണിറ്റുകളുണ്ട്. ഈ 14 കുടുംബ യൂണിറ്റിലും ഉള്ള ശ്രീനാരായണീയ വിശ്വാസികളുടെ ഏറ്റവും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. അതിനകത്ത് നമ്മളുടെ എപ്പോഴും ഈ സംഘടന നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ഏകദേശം കുറെ നാളുകൾക്ക് ശേഷം ഈ കൊച്ചു ഗൗരി നന്ദയെ പോലെയുള്ള ധാരാളം കുട്ടികൾ ഇവിടുന്ന് തന്നെ ഉണ്ടായിത്തീരും. കാരണം ഗുരുദേവ ദർശനങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഗുരുദേവ ദർശനം ലോകത്ത് പ്രചരിക്കും തോറും ശാന്തിയും സമാധാനവും ഐശ്വര്യം നിറയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ ഒരു പ്രസ്ഥാനം വളർന്നു വരേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിനെ ഒരു രീതിയിലും തകർക്കാൻ ഒരു മനുഷ്യരെ നമ്മൾ അനുവദിക്കരുത്. അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ നേരിട്ട് നിൽക്കണം. ഗുരുദേവ പ്രസ്ഥാനം ലോകത്തിന്റെ നെറുകയിലോട്ട് വരേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഈ ബ്രിട്ടീഷ് മണ്ണിൽ നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടാനായിട്ട് ഗുരുദേവന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവട്ടെ. ഇന്ന് ഈ സത്സംഗത്തിലോട്ട് സ്നേഹപൂർവം ഈ സത്സംഗം ഇന്ന് ആതിഥേയത്വം വഹിക്കുന്നത് ക്രോയിഡോണിൽ നിന്നുമുള്ള ശ്രീ ജയൻ വയൽ വീട്ടിലും കലായും ചേർന്നുള്ള കുടുംബമാണ്. അവരെ സ്നേഹപൂർവ്വം ഈ സത്സംഗത്തിലിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സത്സംഗത്തിന്റെ എല്ലാത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സതൻ ചേട്ടനാണ്. എന്നും വളരെ സന്തോഷത്തോടു കൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു മുഖ്യ ഘടകമാണ് സതൻ ചേട്ടൻ. സ്നേഹപൂർവ്വം സതൻ ചേട്ടനെയും ഈ സത്സംഗത്തിലോട്ട് സ്നേഹപൂർവ്വം ഗുരുദേവ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗൗരി നന്ദേനെ ഒഫീഷ്യലായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറഞ്ഞെങ്കിൽ പോലും ഗൗരി നന്ദ എന്ന കുട്ടിയുടെ അച്ഛനെ അമ്മേനെ ഈ വേളയിൽ ഓർക്കാതെ വയ്യ. ഒരു സംഗീത അധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ ദുർഗാദാസിന്റെയും ശ്രീമതി ജിഷയുടെയും മോളാണ് ഗൗരി നന്ദ. മലയാറ്റൂർ ഈസ്റ്റ് SNDP ശാഖായോഗത്തിന്റെ സജീവ പ്രവർത്തകരാണ്. ഇവരെയൊക്കെ നമ്മൾ കണ്ട് മാതൃക ആക്കേണ്ടവരാണ്. അപ്പം സ്നേഹപൂർവ്വം അസാ കുടുംബത്തെയും ഈ സത്സംഗത്തിലേക്ക് ഗുരുദേവനാമത്തിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സത്സംഗം ധന്യമാക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ കുരുന്നുകളാണ്. ഈ കുരുന്നുകൾ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അവരൊക്കെ ഗുരുദേവന്റെ ആ ദർശനങ്ങളും കൃതികളും ഒക്കെ അറിഞ്ഞ് ഒരു നല്ല ഒരു എന്താ പറയുന്ന ഒരു തലമുറ സൃഷ്ടിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിലേക്ക്, ഈ സത്സംഗത്തിലേക്ക് ഇവിടെ ആലപിക്കാൻ വന്നിരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ധാരാളം ആളുകളാണ് നമ്മുടെ സത്സംഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും ധാരാളം ആളുകൾ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാനായിട്ട് മനസ്സ് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഗുരുദേവന്റെ അനുഗ്രഹം ചൊരിയട്ടെ. ഈശ്വര സ്നേഹം, ഈശ്വര വിശ്വാസം എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു തടസ്സം ഇന്റർനെറ്റിൽ വന്നതിൽ ക്ഷമിക്കണം. എല്ലാവരും സത്സംഗത്തിലെ പങ്കുകൂടുക, അനുഗ്രഹം നേടുക എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഗുരുധർമ്മം ജയിക്കട്ടെ. നന്ദി. നന്ദി സജീഷ് ചേട്ടാ. അടുത്തായിട്ട് നമ്മൾ എല്ലാവരും കാതോർത്തിരിക്കുന്ന മുഖ്യ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. കുമാരി എസ് ഗൗരി നന്ദ മോളെ പറ്റി സജീഷ് ചേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വിവരിക്കേണ്ടതില്ല. മോളെ വളരെ പ്രാർത്ഥനയോടെ തന്നെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരി ആശ്രമം UK-യുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചതയദിന സത്സംഗം ഓൺലൈൻ പ്രോഗ്രാമിൽ ഗുരുദേവ പ്രഭാഷണം അവതരിപ്പിക്കാൻ എനിക്ക് അവസരമൊരുക്കി തന്ന രസികുമാർ സാറിനും സജീഷ് സാറിനും ഒരാകാശം നിറയെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുദേവ ഭക്തർക്കും എന്റെ വിനീത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ കൃതി ആലാപനത്തിൽ പങ്കെടുക്കുന്ന സദാനന്ദൻ മാഷ്, അരുണിമ, ഹയരാജേഷ് മാസ്റ്റർ, ആദിദേവ് മാസ്റ്റർ, ആദിനാഥ്, കുമാരി ശിവാനി സൂര്യലാൽ, അനന്തു പ്രകാശ്, സദാനന്ദൻ മാഷ്, കുമാരി അമയ വിനീത് മാസ്റ്റർ, ആദിനാഥ് മാസ്റ്റർ, ദേവത് മാസ്റ്റർ, ശിവത്, രസികുമാർ സാർ, ശ്രീമതി ആശ ബാബു, ദുർഗാദാസ് മലയാറ്റൂർ, സദാനന്ദൻ മാഷ്. ഞങ്ങളെ പോലുള്ള കൊച്ചു കുട്ടികൾക്ക് ഇതുപോലുള്ള വലിയ പ്രോത്സാഹനം നൽകുന്ന സംഘടന ഭാരവാഹികൾക്ക് എന്റെ നന്ദി ഒന്നുകൂടി ഞാൻ അറിയിക്കുന്നു. ഗുരുദേവ ഭക്തരി, ശ്രീനാരായണ ധർമ്മ പരിപാലന പ്രചാരികരി, ഞാൻ എസ് ഗൗരിനന്ദ, മലയാറ്റൂർ ഈസ്റ്റ് 1793 നമ്പർ SNDP ശാഖായോഗത്തിലെ ശ്രീനാരായണ പ്രാർത്ഥന കുടുംബ യൂണിറ്റിലെ ഒരംഗമാണ് ഞാൻ. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഈഴവ ചരിത്രത്തെ കുറിച്ചും 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീനാരായണ ഗുരുദേവന്റെ അവതാര മഹത്വം, അതിലൂടെ പ്രകാശം വരുത്തി നിൽക്കുന്ന ഈഴവ സംസ്കാരവും ചരിത്ര പാരമ്പര്യവും നമ്മൾ ഗുരുദേവ ഭക്തർ അല്പം അറിഞ്ഞിരിക്കുന്നത് വളരെ ഉചിതം തന്നെയാണ്. ഈഴവരാരാണ്? ഈഴവരെവിടെ നിന്ന് വന്നു? ഈഴവർ എന്ന പേര് നമുക്ക് എങ്ങനെ കിട്ടി? അതിനായി നമുക്ക് ഏകദേശം 3000 വർഷക്കാലം അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വരൂ, നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് യാത്ര തുടങ്ങാം. എനിക്കെന്റെ ഗുരുമതി ശ്രീനാരായണൻ, അതു മതി അവസാന കാലം വരയ്ക്കും. എനിക്കെന്റെ ഗുരുമതി ശ്രീനാരായണൻ, അതു മതി അവസാന കാലം വരയ്ക്കും. പണ്ട് പാണ്ഡ്യരാജ്യത്തെ രാജാവിന്റെ പുത്രിയായ അലി അരശാണ് ഒരിക്കൽ ഉല്ലാസയാത്രയ്ക്കായി കപ്പലിൽ ലങ്കയിൽ എത്തിച്ചേർന്നു. തന്റെ പരിചാരികരൊത്ത് അവിടെ വസിക്കവേ കർണാടക രാജാവായ നരസിംഹനും അവിടെ എത്തിച്ചേർന്നു. യാദൃച്ഛികമായി അവർ പരസ്പരം കാണുകയും തമ്മിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് അത് മാംഗല്യത്തിൽ കലാശിച്ചു. അങ്ങനെ അവർ അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ലങ്കയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അവർ തിരികെ നാട്ടിലെത്തി. എന്നാൽ സ്വദേശക്കാരവരെ സ്വീകരിച്ചില്ല. മാത്രമല്ല, ഈഴവ നാട്ടിൽ നിന്ന് വന്ന അവരെ ഈഴവരെന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് ഇവർ ഈ രാജ്യത്തുള്ള രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സേവിച്ച് ജീവിച്ചു വന്നു. ഇക്കാരണത്താൽ ഇവരെ പിന്നീട് സേവകർ അഥവാ ചേകവർ എന്ന വിളിപ്പേരുണ്ടായി. ഈ നരസിംഹനിൽ നിന്നാണ് ശ്രീലങ്കയിലെ സിലോണിയയ്ക്ക് സിംഹളം എന്ന പേര് ലഭിച്ചത്. ഈ വംശാവലിയാണ് പിന്നീട് ഈഴവരായി തീർന്നത്. ഒരു തമിഴ് പുരാണ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇല്ല എന്ന രാജാവ് സിലോണിൽ നിന്ന് വന്ന് ചിദംബരത്ത് വെച്ച് നടന്ന മതപരമായ ഒരു സംവാദത്തിൽ പങ്കെടുത്തു. ബുദ്ധ ഭിക്ഷുക്കളും മാണിക്യവാചകരും തമ്മിലാണ് സംവാദമുണ്ടായത്. സംവാദത്തിനൊടുവിൽ ഇല്ല രാജാവും അനുയായികളും ശൈവ മതത്തിലേക്ക് മാനസാന്തരം പ്രാപിച്ചു. ഈ രാജാവിന്റെ പിന്മുറക്കാരാണ് ഈഴവരെന്ന് കൊച്ചിൻ കാസ്റ്റ് ആൻഡ് ട്രൈബൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ സൈക്ലോപീഡിയ ഓഫ് ഇന്ത്യയിൽ മാലിദ്വീപും സിലോണും തീയരുടെ ആദ്യ ജന്മഭൂമിയാണെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈഴവരെ പറ്റി തിരുവിതാംകൂർ
സ്റ്റേറ്റുമാനുവരിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോവൻ അല്ലെങ്കിൽ ചോകൻ എന്ന പദം സേവിക്കുന്നവൻ എന്ന അർത്ഥമുള്ള സേവകൻ എന്ന സംസ്കൃത പദത്തിന്റെ ഒരു രൂപമാറ്റമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മലബാറിലെ ചില പഴയ വഞ്ചിപ്പാട്ടുകളിൽ അത്ര മോശമല്ലാത്ത രൂപത്തിൽ ചേകവനെന്ന് ഈ വാക്ക് ഉപയോഗിച്ചു കാണുന്നു. ഈ പദവും സേവകനിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കാൻ ഇടയുള്ളതാണെന്ന് അത് കാണിക്കുന്നത്. ഈടവർ എന്ന മറ്റേ പദം സിംഹളം ദുഷിച്ചുണ്ടായ ഈഴത്തിൽ നിന്ന് വന്നതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ജന്മദേശം സിലോൺ ദ്വീപാണെന്ന് പുരാവർത്തം. അങ്ങനെ ഇങ്ങനെ എങ്ങനെ ആയാലും ഏത് ചരിത്രം പരിശോധിച്ചാലും ഈഴത്തു നാടുമായിട്ടുള്ള ശക്തമായ ബന്ധം പല ചരിത്ര കൃതികളിലും കാണാൻ സാധിക്കും. വടക്കൻ പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന വലിയ ആരംഭരുടെ അംഗയാത്രയിൽ ഈഴവർക്ക് കേരളവുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പ്രസ്താവിച്ചു കാണുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ ഇരുവത്തു നാട്ടിനു വന്നോരാണ് തമ്പുരാനും ഓലയെഴുതിയല്ലോ. ഇരുവത്തു രാജാവിനു കത്തു കിട്ടി. അപ്പോൾ പറയുന്നു രാജാവല്ലോ, ഇവിടുന്നു 7 പേരെ വേണം. മലയാള പെരുമാളുടെ കൽപ്പനയാ, മലയാള പെരുമാളുടെ കൽപ്പനയായി. ഈഴച്ചേകവിന്റെ വീര്യം തെളിവുന്ന ഇത്തരം പാട്ടുകൾ വടക്കൻ പാട്ടുകളിൽ ധാരാളമായി കാണാവുന്നതാണ്. അശോക മഹാരാജാവിന്റെ കാലത്ത് ബുദ്ധമതത്തിന് അത്ഭുതകരമായ വളർച്ചയുണ്ടായപ്പോൾ ബുദ്ധവിഹാര നിർമ്മാണത്തിനായി ഇവിടെ നിന്നും സിലോണിലേക്കും അതുപോലെ അവിടെ നിന്നും ഇവിടേക്കും ധാരാളം ശില്പികളും പണിയാളുകളും അവരുടെ കുടുംബങ്ങളും യാത്ര ചെയ്തു വന്നിരുന്നു. കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ ഇവർ യാത്രാ സൗകര്യത്തിനായി തീരദേശത്ത് താമസിച്ചു വന്നു. കാലങ്ങൾ കഴിഞ്ഞ മഹത്തായ ഈഴ വംശ ചരിത്രത്തിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്തു. സിലോണിന്റെ വടക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ജാഫ്ന അക്കാലത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ നിന്നാണ് ഈഴവർ മലബാർ തീരങ്ങളിലേക്കും കുടിയേറിയതെന്ന് ചരിത്രകാരനായ VN സുബ്രഹ്മണ്യയ്യരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം സംവേദിച്ച് തന്നെയാവണം മഹത്തായ ഈഴ വംശ ചരിത്രത്തിന് സമ്മിശ്രമായ ഒരു കൂടിച്ചേരൽ ഉണ്ടായി വന്നത്. മലബാറിൽ തീയർ, കന്നഡയിൽ ബില്ലവർ, തമിഴിൽ നാടാർ, ആന്ധ്രയിൽ ഇടിഗർ, മധുരയിൽ ഇല്ലത്ത് പിള്ളമാർന്നും ഈഴവർ അറിയപ്പെട്ടു. വില്ലാളി വീരന്മാരായ മറവരുടെയും കുറവരുടെയും യുദ്ധവീരത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാത്ത സംഘകാല കൃതികൾ കുറവാണ്. അംഗം വെട്ടുന്നതിൽ പേരെടുത്ത് ചേകവരില്ലാത്ത വീരചരിതങ്ങൾ കുറവാണ്. മഹാവൈദ്യന്മാർ, മന്ത്രയന്ത്ര തന്ത്രശാലികൾ, ഔഷധ നിർമ്മാണം, ജ്യോതിഷശാസ്ത്രം, വാസ്തുശാസ്ത്രം, തക്ഷശാസ്ത്രം, മധ്യഹാരത്വം, വിഷചികിത്സ, കൃഷി, കച്ചവടം തുടങ്ങി ഗുരുപരമ്പരകൾ, അങ്ങനെ എത്രയെത്രയോ ആചാര്യന്മാർക്ക് ജന്മം നൽകിയ വംശമാണ് നമ്മുടേത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഉത്തരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. മാർഷൽ ആർട്സിനെ മദർ എന്നറിയപ്പെടുന്ന കളി സമ്പ്രദായത്തിന് അന്നുമെന്നും ഈഴോത്തുകാർ തന്നെയാണ് മുഖമുദ്രയായി ശോഭിക്കുന്നത്. അറിയാമല്ലോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വംശപാരമ്പര്യമുള്ള ഈഴവരെ, ഈഴ മാനവ സംസ്കാരത്തിന് അഭിമാന ധുന്തുബിയേറ്റ് അമ്പുകൾ പോലെ എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ ഓരോ രോമകൂപങ്ങളും. അത്രയേറെയുണ്ട് പറയാൻ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലം. അനന്തപുരിയിലും മറ്റുമായി 1000 ക്ഷേത്രങ്ങളുടെ ചൈതന്യവും ഭക്തിവിശേഷവും നിറഞ്ഞിരുന്ന കാലം, പുണ്യകാലം.
അതിലൊരു ക്ഷേത്രമായിരുന്നു മണക്കൽ ദേവി ക്ഷേത്രം. ഗ്രാമവിശുദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നാട്, ഭഗവാൻ പത്മനാഭന്റെ നാട്. കടലും കായലും തടാകങ്ങളും പുഴകളും നിറഞ്ഞ നാട്, സസ്യലതാദികളും പുഷ്പവല്ലികളും നിറഞ്ഞ പക്ഷികൾ പാടുന്ന നാട്. ഇത്രയും സുന്ദരമായ നാട്ടിൽ ഒരു ദിവ്യാത്ഭുതം നടക്കാൻ പോകുന്നു. മണക്കലമ്മയുടെ കാരുണ്യവും മഹാബലി തമ്പ്രാന്റെ അനുഗ്രഹവും ഏറ്റ് നാരായണ സുദിനത്തിൽ നാരായണ നാമധേയത്തിൽ ഒരു ദിവ്യജനനം. ബ്രഹ്മദേവന്റെ ബ്രഹ്മസൃഷ്ടി, ഓങ്കാരത്തെ ശിവ തേജസ്സിലൊരുക്കി ശിവാംശത്തിലൊരു അവതാരം, ശ്രീനാരായണ ഗുരുദേവന്റെ അവതാരം. ജനനെ ധർമ്മ സംസ്ഥാപനത്തിനായി ജന്മം കൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. സ്വാതന്ത്ര്യത്തിന്റെയും മറിവിന്റെയും കാര്യത്തിൽ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു തലമുറ കേരള നാട്ടിലുണ്ടായിരുന്നു. സവർണ ജാതി മേധാവികൾ അവരെ അടിച്ചമർത്തിയിരുന്നു. അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ അവതരിച്ച ആത്മീയ ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശിവാംശത്തിൽ പറഞ്ഞ് നരനെ അയനം ചെയ്ത് നാരായണനായിക്കൊണ്ട് സർവരിലും ബ്രഹ്മതത്വം നിറച്ച പരബ്രഹ്മസ്വരൂപൻ ശ്രീനാരായണ ഗുരുദേവൻ. തിരുവനന്തപുരത്തിനടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ 1856 ചിങ്ങമാസം 28 ചതയം നക്ഷത്രത്തിൽ പഞ്ചമഹായോഗത്തിലാണ് ഗുരുദേവൻ ജനിച്ചത്. കണ്ണന് തുറകെ കരയാതെ പിറന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഗുരുദേവൻ കരയാതെ പിറന്നത് അനേക ലക്ഷം അധസ്ഥിതരുടെ കണ്ണീരപ്പാൻ വേണ്ടിയായിരുന്നു. പിതാവിന്റെ പേര് കൊച്ചുവിളയിൽ മാടനാശാൻ എന്നും മാതാവിന്റെ പേര് വയൽവാരം വീട്ടിൽ കുട്ടിയമ്മ എന്നുമായിരുന്നു. അന്ന് താഴ്വഴി സമ്പ്രദായം നിലനിന്നിരുന്ന കൊണ്ട് വയൽവാരം വീട് എന്നാണ് ആ കുടുംബം അറിയപ്പെട്ടിരുന്നത്. ഗുരുവിന് 3 സഹോദരിമാരുണ്ടായിരുന്നു. കൊച്ചു, മാത, തേയ് എന്നായിരുന്നു അവരുടെ പേരുകൾ. അമ്മാവന്റെ പേര് കൃഷ്ണൻ വൈദ്യൻ എന്നായിരുന്നു. നാരായണൻ എന്നാണ് കുട്ടിക്ക് പേര് വിളിച്ചത്. നാണം എന്ന ഓമൻ പേര് ഗുരുദേവൻ വളർന്നു. സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു നാടുവിന്റെ ആ കുട്ടിക്കാലം. പലവിധ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നു. അന്ന് അതിൽ പ്രധാനമായിരുന്നു അഴുത്തം. ഇന്ന് നമുക്ക് അതേക്കുറിച്ച് സങ്കല്പിക്കാൻ തന്നെ പ്രയാസം തോന്നും. ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രം സ്വതന്ത്രനായി കഴിഞ്ഞു പോന്നു. ഈഴവർ മുതൽ താഴേക്കുള്ളവർ അടിമകളെ പോലെ ജീവിച്ചു. ജാതി എത്രയ്ക്ക് താഴേക്ക് പോകുന്നു അത്രയ്ക്ക് ദുരിതങ്ങളും ഏറിയിരിക്കും. ജാതി നിയമങ്ങളും അനുശാസനങ്ങളും വളരെ ശക്തമായിരുന്നു. ഇതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ശിക്ഷ വളരെ കഠിനമായിരുന്നു. വേദങ്ങൾ കേട്ടാൽ അവന്റെ കാതിൽ ഈയമുരുക്കിയൊഴിക്കണമെന്നും വേദങ്ങൾ ഉച്ചരിച്ചാൽ അവന്റെ നാവറിയണമെന്നും മാറുമറയ്ക്കാതെ തന്റെ തെങ്ങിവരെ തൊഴാതെ ബന്ധനങ്ങളിൽ പെട്ടുകഴിഞ്ഞു സാധുജനങ്ങൾ. അങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടം. നായരിൽ നിന്ന് ഈഴവർ 12 അടിയും ഈഴവരിൽ നിന്ന് പുലയർ 64 അടിയും അകന്നു നിൽക്കണം. മതം മാറി ക്രിസ്ത്യാനിയോ മുസൽമാനോ ആയാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നാണുവിന്റെ ജനനം. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയിലും ദൃഷ്ടിയിലും തുല്യരാണെന്ന് നാണു വിശ്വസിച്ചു. അങ്ങനെ നാണു വളർന്ന് വലുതായി. വിദ്യാഭ്യാസ കാലമായി. അക്ഷരദേവതയെ വന്ദിച്ച് അറിവിന്റെ ശ്രീകോവിലിലേക്ക് ഗുരു പ്രവേശിച്ചു. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നാടുവിനെ 5ാമത്തെ വയസ്സിൽ എഴുത്തിനിരുത്തി. ചെമ്പഴന്തി മൂത്തപ്പിള്ള ആശാനാണ് ആദ്യാക്ഷരം കുറിച്ചത്. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധരൂപം, ബാലപ്രബോധം, അഷ്ടാംഗ ഹൃദയം, അമരകോശം എന്നിവ പഠിക്കാൻ തുടങ്ങി. അമ്മാവനായ കൃഷ്ണൻ വൈദ്യനും പിതാവായ മാടനാശാനുമായിരുന്നു നാടുവിന്റെ ആദ്യ ഗുരുക്കന്മാർ. 16ാമത്തെ വയസ്സ് മുതൽ ജ്ഞാനമാർഗങ്ങൾ അഭ്യസിച്ചു തുടങ്ങി. അതോടൊപ്പം ജ്യോതിഷ വിദ്വാനായ ഒരു ശാസ്ത്രജ്ഞനിൽ നിന്ന് ആയുർവേദ ഔഷധ നിർമ്മാണ രീതികളും പഠിച്ചു.
തുടർന്ന് നാണുവിനെ സംസ്കൃതത്തിൽ ഉപരിപഠനത്തിന് അയക്കാൻ തീരുമാനിച്ചു. അതിനായി സംസ്കൃത പണ്ഡിതനായ കുമ്മംവെള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഗുരുവും ശിഷ്യനും ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ ജ്ഞാനപന്ഥാവിലേറി. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. രഘുവംശം മുതലാണ് നാണു പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത്. ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നാണു പാഠങ്ങൾ പഠിക്കുമായിരുന്നു. ശിഷ്യന്റെ അപാരമായ കഴിവിൽ രാമൻപിള്ള ആശാന് വലിയ മതിപ്പുണ്ടായി. നല്ല ബുദ്ധിയും ചെറുചെറുക്കുമുള്ള കുട്ടിയായിരുന്നു നാണു. അതിനാൽ വലിയ കുട്ടികൾ പഠിക്കുന്ന പാഠങ്ങൾ ഗുരുനാഥൻ നാണുവിനെ പഠിപ്പിച്ചു. നാണു വെളുപ്പിനെ ഉണരുകയും നിത്യവും ധ്യാനത്തിലിരിക്കുകയും ചെയ്യുമായിരുന്നു. ഭാഗവതമായിരുന്നു അക്കാലത്ത് നാണു വായിച്ചിരുന്നത്. ശ്രീകൃഷ്ണനായിരുന്നു നാണുവിന്റെ ഇഷ്ടദേവൻ. ഭൂയോർത്തിനിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയുഷ്യധ്വനി ലീനമായി ചുടലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമാർ കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ഈ ഭക്തിവിശേഷം കൊണ്ട് തന്നെയായിരിക്കണം ശ്രീകൃഷ്ണ ദർശനം ഉണ്ടായപ്പോൾ ഇത്തരത്തിലൊരു കൃഷ്ണകാവ്യം ഗുരു എഴുതാൻ കാരണം. അത്രയ്ക്കും സുന്ദരമായ സൃഷ്ടി തന്നെയാണ് ഇത്. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരിക്കൽ പഠനകാലത്തിനിടെ നാണുവിന് രക്താതിസാരം പിടിപെട്ടു. ഇതറിഞ്ഞ് അമ്മമാർ നാണുവിനെ അവിടെ നിന്നും തിരികെ ചെമ്പഴന്തിയിലേക്ക് കൊണ്ടുവന്ന് അസുഖം പൂർണ്ണമായി മാറ്റിയെടുത്തു. അസുഖം പൂർണ്ണമായി മാറിയെങ്കിലും പിന്നീട് നാട് തുടർ പഠനത്തിന് ഗുരുകുലത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചു. എങ്കിലും വ്യാകരണം, തർക്കശാസ്ത്രം, അലങ്കാരം എന്നിവയൊക്കെ നാണു ആ കാലയളവിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞു കരിഞ്ഞിടുമാറാ വിരാതംഗ ബീജം കുറഞ്ഞോരു നേരം നിനയ്ക്കുന്ന ഭക്തർ അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യ രൂപം. തന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം അവതാര പുരുഷനായ ഗുരു പിന്നീട് തുടർ പഠനത്തിന് പോകാതെ തന്റെ അവതാര ലക്ഷ്യത്തിനായി തപസ് തുടങ്ങിയത്. തൊട്ടടുത്തുള്ള കാട്ടിലും മറ്റും തനിച്ചിരുന്ന് ധ്യാനിക്കുന്ന നാണുവിന്റെ മാറ്റത്തിൽ വീട്ടുകാർക്ക് വിഷമവും അമ്പരപ്പുമുണ്ടായി. ഇതേ തുടർന്ന് നാടുവിന് അവിടെ ഒരു പള്ളിക്കുടം വിട്ടുകൊടുത്തു. അങ്ങനെ നാണുവാശാൻ എന്ന പേരിൽ അറിയാൻ തുടങ്ങി. നാണുവാശാൻ ഈ പള്ളിക്കൂടത്തിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ലാതെ തൊട്ടടുത്തുള്ള പുലേ വീട്ടുകളിലുള്ള കുട്ടികൾക്കും നാണു അക്ഷരങ്ങൾ പകർന്നു കൊടുത്തിരുന്നു. ചെറുപ്പം മുതൽ ജാതിയിൽ താന്നവരോടായിരുന്നു നാണുവാശാന്റെ കൂട്ട്. അതിനാൽ ഇത്തരം നല്ല ചിന്തകൾ നാണുവാശാൻ വലുതാവും തോറും അവയും വളരാൻ തുടങ്ങി. ഇക്കാര്യത്തിൽ പലതവണ വീട്ടുകാരും അമ്മാവന്മാരും നാണുവിനെ ശാസിച്ചു. എങ്കിലും നാണു ഇതൊന്നും ചെവിക്കൊണ്ടില്ല. കൂടുതൽ സമയവും ധ്യാനവും മനനവുമായി കഴിഞ്ഞ നാണുവിനെ പെണ്ണ് കെട്ടിച്ച് ഗാർഹസ്ഥ്യം നൽകാമെന്ന് കരുതി. അതിനായി അമ്മാവന്മാർ മാടനാശാന്റെ സഹോദരിയുടെ മകളുടെ മക്കളായ കാളിയമ്മയെ വധുവായി നിശ്ചയിച്ചു. നാണുവിന്റെ സഹോദരിമാർ വധുവിനെ വീട്ടിലേക്ക് എത്തിച്ചു. അക്കാലത്ത് സഹോദരന് വേണ്ടി സഹോദരിമാർക്കും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേല ചെയ്ത് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ തന്റെ പത്നിയായി എത്തിയ കാളിയമ്മയോട് തന്റെ അവതാര ലക്ഷ്യം ലളിതമായി പറകിട്ട് നാണു വീട് വിട്ടിറങ്ങി. തന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സ്വന്തം ബന്ധങ്ങൾ തടസ്സമെന്നാണ്. അതല്ല പാടെ ത്യജിച്ച് അന്ധകാരത്തിലേക്ക്
ഉഗ്ര തപസ്സിനായി ഇറങ്ങിപ്പോയി. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. ഗുരുദേവനെ ദേവപദവിയിലേക്ക് ഉയർത്തുന്ന സംഗമയോഗകാലം കഠിന തപസ്സിലൂടെ ഷഠാധാരം ഭേദിച്ച് സഹസ്രാര പത്മം പുൽകി ദൈവവും താനും ഒന്നായി മാറുന്ന അപൂർവ നിമിഷം. ആ അനുഭൂതി അനുഭവിച്ച മഹാഗുരു കുണ്ടലിനി പാട്ടിലൂടെ അത് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നു. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. തപസ്സിലൂടെ തപസ്സി പൊരുളറിഞ്ഞ ഗുരു ജീവിതമൂല്യങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട്. അതിനിടെ ചട്ടമ്പി സ്വാമികൾ നാടുവിന് സമാന്തരക്കാരനായെത്തി. അങ്ങനെ ആ ബന്ധം തൈക്കാട്ടു അയ്യാവു സ്വാമിയിലൂടെ നാടുവിന് യോഗ സാധനയ്ക്ക് മാർഗം തെളിയിച്ചു. തുടർന്ന് ആത്മജ്ഞാനത്തിനായി 1857 കന്യാകുമാരിയിലെ മരുത്തമലയിലെ പിള്ളത്തട ഗുഹയിലെത്തുന്നത്. സാധാരണ മനുഷ്യർ ചെന്നെത്താത്ത ഒരു ഭയാനകമായ സ്ഥലമായിരുന്നു അവിടം. ഘോരമായ പാറക്കെട്ടുകൾ നിറഞ്ഞ ഭീകര കാട്ടുപ്രദേശം. ദുഷ്ടമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ അവിടെ ശാന്തി നിറഞ്ഞ മനസ്സോടെ നാണു തപസ്സു തുടങ്ങി. വല്ലപ്പോഴും ശരീരബലം നിലനിർത്താൻ വേണ്ടി മാത്രം കാട്ടിൽ നിന്നും ലഭിച്ചിരുന്ന അടപതിയും കിഴങ്ങും കാട്ടുകൂടി ഇലയുടെ ചാറും പച്ചവെള്ളമൊക്കെയായിരുന്നു നാണു പലപ്പോഴും കഴിച്ചിരുന്നത്. നാണുവിന് കൂട്ടുകാരും കാവൽക്കാരുമായി 2 പുലികളും 1 പാമ്പും ഉണ്ടായിരുന്നു. അവരുടെ സംരക്ഷണത്തിൽ നാണു 5 വർഷത്തോളം കഠിന തപസ് ചെയ്തു. ഒടുവിൽ നാണുവിന്റെ തപസ്സിൽ മനസ്സലിഞ്ഞ് സംപ്രീതനായി ശിവഭഗവാൻ കുഷ്ഠരോഗിയുടെ രൂപത്തിൽ ദർശനം നൽകി, ആത്മജ്ഞാനവുമേകി. അവിടുന്ന് മുതൽ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവനായി മാറി. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുവൻ ഭവനാടകമാടും മരുമ്പൊരുളേ. തുടർന്ന് 1858 ശങ്കരശില നാട്ടി. നാം നമ്പൂതിരി ശിവനെയല്ല പ്രതിഷ്ഠിച്ചത്, നമ്മുടെ ശിവനെയാണല്ലോ. ഈരവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ലോക സംസ്കാരത്തിന്റെ മാറു പിളർന്നുകൊണ്ട് ഒരു ജാതി മതം ഒരു ദൈവം എന്നൊരു മഹാസ്ത്രം തൊടുത്തു വിട്ടുകൊണ്ട് മഹാഗുരു പറഞ്ഞ വാക്കുകളാണ്. സംഭവം ഞാൻ വിശദമാക്കി പറയാം. 1858 മഹാശിവരാത്രി നാൾ അന്നേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും അരുവിപ്പുറത്തേക്ക് വളരെ അധികം ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു. ഭജനയ്ക്ക് വന്നവരും വ്രതക്കാരും ശിവരാത്രിക്ക് ഉറക്കമൊളിക്കാൻ വന്നവരുമായപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ വന്നു ചേർന്നിരുന്നു. വിഗ്രഹമുണ്ടാക്കുവാനും ക്ഷേത്രം പണിവാനും ആരും ഒരുമ്പിട്ടിരുന്നില്ല. അതിനുള്ള പണവും ഇല്ലായിരുന്നു താനും. ഇക്കാര്യം സ്വാമി ആരോടും ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം എന്നാണോ ആകെ ഉണ്ടായിരുന്നത് കുറച്ചു പൂക്കൾ, നിലവിളക്കുകൾ, നാദസ്വര വായനക്കാർ, ഇത്രമാത്രം. പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം എന്നോണം നെയ്യാറിന് കിഴക്കു വശത്തായി അവിടെയുള്ള പാറയും പാറയുടെ പരിസരവും മറ്റും നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിരുന്നു. പ്രതിഷ്ഠാപീഠത്തിനും ചെറിയ പന്തലി കെട്ടി കുരുത്തോലയും മാവിലയും കൊണ്ട് അലങ്കരിച്ചിരുന്നു. സൂര്യഭഗവാൻ അസ്തമയ ചായത്താൽ പ്രകൃതിയെ പൊന്നാട അണിയിച്ചു നിർത്തിയിരുന്നു. മരൂട്ടിക്കായയിൽ നിറച്ചു വെച്ച എണ്ണത്തിരികൾ മനം നിറഞ്ഞു നിൽക്കുന്ന ദീപകാഴ്ചയായി
അവിടം പ്രകാശമാനമാക്കി. ഗുരുസ്വാമിയുടെ സാന്നിധ്യത്തിൽ നാദസ്വരവാദനത്തിന്റെ സംഗീതമേളത്തിൽ അതീവ ഭക്തിയോടെ ആബാല വൃന്ദം ജനങ്ങൾ ഓ നമോ നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉറക്കെ ഉരുവിട്ടുകൊണ്ട് ദിവ്യമായ അനുഭൂതിയിൽ മുഴുകി നിന്നു. ഏറെ നേരം ധ്യാനത്തിലായിരുന്ന ഗുരുദേവൻ പാതിരാത്രിയായപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ജ്വലിക്കുന്ന മുഖ തേജസ്സോടെ നെയ്യാറിലെ ഏറ്റവും ആഴം കൂടിയ ശങ്കരൻ കുത്തിലേക്ക് നടന്നു ചെന്ന് ആ ആഴത്തിലേക്ക് ഗുരു മുങ്ങിമറഞ്ഞു. കൂടി നിന്നവരെല്ലാം അത്ഭുതത്തോടെ അതിശയത്തോടെ ശങ്കരൻ കുത്തിലെ ഇളകി മറിയുന്ന ജലപാതത്തിലേക്ക് ഊപ്പുകൈകളോടെ നിറകണ്ണുകളോടെ നോക്കി നിന്നു. സമയമേറെയായി, എന്നിട്ടും ഗുരുവിനെ കാണാതെ കൂടി നിന്നവരിലെല്ലാം മാനസിക സമൃദ്ധത്തിന്റെ വേലേറ്റമുണ്ടായി. ഭക്തരെല്ലാം ഉറക്കെ കരിമെന്ന മുഹൂർത്തത്തിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഗുരുസ്വാമികൾ ജലോപരിതലത്തിൽ പൊന്തി വന്നു. കൂടി നിന്ന ഭക്തജനങ്ങളിൽ ആശ്വാസ നിശ്വാസം ഉയർന്നു. ഗുരുസ്വാമികൾ മാറോട് ചേർത്ത് പിടിച്ച് ശിവലിംഗ ശിലയുമായി വഴുതിക്കിടന്ന പാറപ്പരപ്പിലൂടെ അനായാസേന മുകളിലേക്ക് കയറി വന്നു. ശിവപഞ്ചാക്ഷരി മന്ത്രം ഉറക്കെ ജപിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഗുരുവിനെ എതിരേറ്റു. വെള്ളത്തിനടിയിൽ നിന്നും വീണ്ടെടുത്ത ശിവലിംഗാകൃതിയിലുള്ള ശിലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഗുരുസ്വാമികൾ അലങ്കരിച്ച പന്തലിലേക്ക് പ്രവേശിച്ചു. തന്റെ രണ്ട് കൈകൾ കൊണ്ടും ശിലയെ മാറോട് ചേർത്ത് പിടിച്ച് ഏകദേശം 3 മണിക്കൂറോളം ഗുരുസ്വാമികൾ ഒരേ നിലനിന്നു. ഗുരുവിന്റെ കവിളുകൾ കൂടി അശ്രുബിന്ദുക്കൾ ധാരയായി ഒഴുകി ശിവലിംഗത്തെ അഭിഷേകം ചെയ്തിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിന്റെ ദേവസാന്നിധ്യത്തിൽ ഏകദേശം 3 മണിയോടുകൂടി ഗുരുസ്വാമികൾ നേരത്തെ തയ്യാർ ചെയ്തു വച്ച പാറയിലെ പ്രതിഷ്ഠാപീഠത്തിൽ ശിവലിംഗശിലയെ കൃത്യതയോടെ സ്ഥാപിച്ചു. ശിലയുടെ അടിയളവും കൊത്തിയുണ്ടാക്കിയ പീഠത്തിന്റെ അളവും കൃത്യമായിരുന്നു. അപ്പോൾ ഈ അത്ഭുതം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഈ സമയം അന്തരീക്ഷത്തിൽ തെളിഞ്ഞുണർന്ന ഒരു മിന്നൽ പ്രഭ ശിലയെ പാറയോട് അഷ്ടബന്ധു കൂട്ടായി ചേർത്തു ബന്ധിച്ചു. അതിന്റെ മഹത്വം എന്നോണം ഇന്നും അവിടെ ഒരു അഷ്ടബന്ധു നവീകരണ കലശം ചെയ്യേണ്ട വന്നിട്ടില്ല. ജയ ജയ ഘോഷങ്ങളാൽ ഭക്തജനങ്ങൾ ശിവപഞ്ചാക്ഷരി മന്ത്രത്താൽ അന്തരീക്ഷത്തെ അതിസാന്ദ്രമാക്കി. തന്നെ അഭയ കേന്ദ്രമാക്കി ഉറ്റുനോക്കുന്ന അവശലക്ഷങ്ങളോടുള്ള അനുകമ്പയിൽ നിന്ന് വീണ കണ്ണീർ വീണ് കുതിർന്ന ശിലയെ നെയ്യാറിന്റെ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ അധസ്ഥിതരുടെ അടങ്ങാത്ത മോഹത്തിന് നാരായണ ശിവനെ പ്രതിഷ്ഠിച്ചു നൽകി. ആർഷഭാരത സംസ്കാരത്തിന് അഭിമാനമുണർത്തിയ ചരിത്ര മുഹൂർത്തം. പക്ഷേ അവിടെ കൂടി നിന്നവർക്കൊന്നും ആ മുഹൂർത്തത്തിന്റെ അന്തർധാരയെ അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചവിട്ടേറ്റി കിടന്ന മാർദ്ദത്ത ജനകോടികൾക്ക് ഏത് ഈശ്വരനെ സ്വതന്ത്രമായി ആരാധിക്കാൻ നാദി കുറിച്ച ചരിത്ര മുഹൂർത്തം. ഉത്കൃഷ്ടരെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതിലൂടെ വ്രണമായിരുന്ന അവരുടെ അഭിമാന ബോധത്തിന് പ്രചോദനം ലഭിച്ച സുഹൃത്ത മുഹൂർത്തം. ബ്രാഹ്മണർക്ക് മാത്രമായിരുന്ന ആരാധന സമ്പ്രദായത്തെ ജാതിപത ഭേദ്യമന്യേ ആർക്കും ലഭിക്കുവാൻ പുണ്യ സംസ്കാരമാക്കി മാറ്റിയ വൈദിക മുഹൂർത്തം. അടിമത്തത്തിൽ നിന്നും വർഗീയ വൈരുദ്ധ്യങ്ങളിൽ നിന്നും സമത്വത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കും അധികാരം ലഭിച്ച ധർമ്മ മുഹൂർത്തം. കേരളത്തിലെ സർവജന വിഭാഗങ്ങൾക്കും നവോത്ഥാനത്തിന് ബീജാവാപം ചെയ്ത അഭിനവ മുഹൂർത്തം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജാതി വിവേചനങ്ങളെയും തകർത്തെറിഞ്ഞ് പുണ്യമുഹൂർത്തം. ശ്രീനാരായണ ഗുരുദേവ ധർമ്മ സംസ്ഥാപനത്തിന് ശംഖഘോഷമൊഴുക്കിയ അവതാര മുഹൂർത്തം. ശ്രീനാരായണ യുഗത്തിന് 4 കുറിച്ച അരുവിപ്പുറ പ്രതിഷ്ഠയ്ക്ക് കേരളത്തിലെ കഴിഞ്ഞുപോയ 2000 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്രയും ധന്യമായ പുണ്യമായ ദിവ്യമായ മറ്റൊരു മുഹൂർത്തവും ഭാരതത്തിലെന്നല്ല ലോകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല.
ബ്രാഹ്മണർക്ക് മാത്രം നടത്തുവാന്ന ദേവപ്രതിഷ്ഠ ഗുരുസ്വാമി നിർവഹിച്ചതിൽ ഭേദാധികാരമുള്ള സവർണർ പക്ഷെ വെറുതെ ഇരുന്നില്ല. കീഴ്ജാതിക്കാർ മാറുമറയ്ക്കാൻ തുടങ്ങിയതിനെതിരെ വെള്ളക്കാരെ കൊണ്ട് നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് അതിൽ നാണക്കെട്ട വെള്ളക്കാർ ഇത്തവണ സവർണറിന്റെ വാക്കുകേട്ട് രണ്ടാമത് വെടിവേഷം കെട്ടാൻ തയ്യാറായില്ല. എന്നിട്ടും അങ്കലി ബാധിച്ച ചില ജാതി കോമരങ്ങൾ ശ്രീനാരായണ ഗുരുദേവനോട് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചത്രേ, ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾക്ക് അധികാരം നൽകി? സ്വതമേ നർമ്മപ്രിയനായ ഗുരു ഉള്ളിൽ മന്ദഹസിച്ചുകൊണ്ട് ശാന്തമായി മറുപടി നൽകി, നാം നമ്പൂതിരി ശിവനെയല്ല പ്രതിഷ്ഠിച്ചത്, നമ്മുടെ ശിവനെയാണല്ലോ. ഈരവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജാതി മതമേക ദൈവം എന്നൊരു മഹാസ്ത്രം തൊടുത്തു വിട്ടുകൊണ്ട് മഹാഗുരു പറഞ്ഞ വാക്കുകളാണിവ. അതിൽ പിന്നെ ഗുരുവിനെതിരെ വിരലുയർത്തുവാൻ പോലും കരങ്ങൾക്ക് ശക്തിയില്ലാതെ പോയി പല മേലാധികാരികൾക്കും. അതായിരുന്നു ചരിത്ര സത്യം. സനാതനധർമ്മത്തെ സംരക്ഷിക്കാനായി മഹാദേവിനെ ദ്രാവിഡ ഗോത്രവർഗങ്ങളുടെ മഹാസൈനാധിപതിയാക്കി. ബ്രാഹ്മണ്യത്തെ പൂണൂലണിയിച്ച വരീണരുടെ കോട്ടകളിലേക്ക് അവർക്ക് നിഷേധിക്കപ്പെട്ട അവരുടെ ദൈവങ്ങളെ അഭിമാനത്തോടെ എടുത്തു പിടിച്ച് മഹാഘോഷയാത്ര നടത്തി. മേലാള വർഗത്തിന്റെ തീഹാർ ജയിലിൽ കിടന്ന സമസ്ത ദൈവങ്ങൾക്കും ശ്രീനാരായണ ഗുരുദേവൻ മഹാസ്വാതന്ത്ര്യം നൽകി. ഈ അവസ്ഥയിൽ ഞാനതിനെ അങ്ങനെ തന്നെ കാണുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധന തോത്തിടുകിലങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. പിന്നീട് ഗുരു ക്ഷേത്രഭിത്തിൽ തങ്കലിപിൽ ജാതി ചിഹ്നങ്ങൾ ഇല്ലാതാക്കി ഇങ്ങനെ കൂടി എഴുതി വെച്ചു, ജാതിഭേദം മതദ്യൂഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. തുടർന്ന് ഗുരു തന്റെ അവതാര കർമ്മം ആരംഭിച്ചു. പൂർവ്വധാരികൾ ഞെട്ടിവരച്ചു. അനാചാരങ്ങളും പമ്പ കടന്നു. അത്ഭുതങ്ങളും മടത്താളങ്ങളും കേരളത്തിലും മറ്റു ദേശങ്ങളിലും സ്ഥാപിച്ചു. ചാത്തനും മർദ്ദയും മാടുമെല്ലാം പരലോകം പോയി. ദുരാചാരങ്ങളെയും ദുർദേവതകളെയും വരവെച്ചകറ്റി സദ്ദേവതകൾക്ക് ഭൂതലം വീതിച്ചു നൽകി. വിവേകാനന്ദൻ വിധിച്ച ഭ്രാന്താലയത്തിനെ ഗുരുദേവൻ ശാന്താലയമാക്കി. സർവസാമർത്ഥ്യം കൊണ്ട് ആനന്ദ നൃത്തം ചെയ്ത തന്റെ ജനതയെ സമ്പത്ത് കൊണ്ട് ശക്തരാക്കി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കി. ഐക്യ വിചാരങ്ങൾക്കും ജാതി ധ്വംസനങ്ങൾക്കും എതിരെ ശബ്ദനാട്ടം മുഴുക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യയാകെ അശ്വമേധം നടത്തി നമ്മുടെ ഗുരുസൂര്യൻ, സഹസ്രാബ്ദത്തിൽ ഇതിഹാസ സൂര്യൻ ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമുണ്ടായി. എല്ലാവർക്കും നാഥനായി മാറിയ ഗുരുവിനെ ബാപ്പുജിയും ടാഗോറും റോളണ്ടും ഗുരുസമിതിയിൽ വന്ന് ദർശന ഭാഗ്യം നുകർന്നു. 1925 മാർച്ച് 11 ഗുരുദേവനും ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. രണ്ട് മഹാത്മാരുടെ സംഭാഷണത്തിന് വിവർത്തകനായി വർത്തിച്ചത് എൻ കുമാരനായിരുന്നു. ഗുരുദേവനും ഗാന്ധിജിയുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിന് ശേഷം
അനന്തപുരിയിൽ വച്ചു കൂടിയ മറ്റൊരു യോഗത്തിൽ ഗാന്ധിജി ഗുരുദേവിനെ കുറിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു. മനോഹരമായ തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കാൻ ഇടയായതും പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ കാണാനിടയായി എന്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ കാണുന്നു. വിശ്വമഹാകവി ഗുരുദേവിനെ പറ്റി അഭിപ്രായപ്പെട്ടത് തികച്ചും ശ്രദ്ധേയമാണ്. ഭാരതഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള പരമഹംസമായ സ്വാമി തൃപ്പാദങ്ങളെ പോലെ ഭവനചരിതനായ ഒരു മഹാത്മാവിനെ ഞാൻ എവിടെയും കണ്ടെത്തില്ല. അനന്തത്തിലേക്ക് നീളുന്ന അദ്ദേഹത്തിന്റെ യോഗ നൈന്യങ്ങളും ഈശ്വര ചൈതന്യം തുറന്നുള്ള മുഖത്തേജസ്സും മറ്റു വൈശിഷ്ട്യങ്ങളും അവിസ്മരണീയമാണ്. ക്രിസ്തുമത വിശ്വാസിയായ ആൻഡ്രൂസ് എന്ന മഹാപുരുഷൻ ഗുരുദേവിനെ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ദർശിച്ചത്. പ്രഥമ കാഴ്ചയിൽ തന്നെ ആരുടെയും മനം കവർന്നുകൊണ്ട് അലൗകികമായ ദൈവപ്രകാശമായി ഏവരിലും ദിവ്യ അനുഭൂതിയായി ഗുരുദേവൻ വർത്തിച്ചിരുന്നു. സർവമേധാത്വത്തിന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഗുരു അധർത്തികർക്കെതിരെ, അനാചാര്യങ്ങൾക്കെതിരെ, അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെ, അറിവില്ലാത്തവർക്കെതിരെ കള പിടിച്ച മണ്ണൊഴുത് പുതുവിത്തുപാകി. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചു മുള്ളടക്കി തെരു വീണു വണങ്ങിയോതിടേണം എന്നാണ് മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആധ്യാത്മ ജ്ഞാനത്തിനായി വിദ്യാലയങ്ങളും, ആധ്യാത്മ ദർശനത്തിനായി കാവ്യങ്ങളും, ആധ്യാത്മ മോക്ഷത്തിനായി ക്ഷേത്രങ്ങളും നൽകി. ലോകം മുഴുവനും ഗുരുവിന് മുന്നിൽ തൊഴുതി നിന്നു. 1928 തന്റെ 73 വർഷക്കാല ഭൂനാടകത്തിന് അന്ത്യമെടുത്തപ്പോൾ തിരു അവതാര രൂപത്തെ ശിവഗിരിക്കുന്നിന് സമർപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ തന്റെ ചൈതന്യത്തെ സർവരിലും ലയിപ്പിച്ച ശേഷം ആത്മവിയോഗത്തിനായി യോഗഭാവം പൂണ്ടു. തനിക്കു ചുറ്റും കൂടി നിന്ന ശിഷ്യരോട് ഗുരുദേവൻ ദൈവദശകം ആലപിക്കാൻ പറഞ്ഞു. ശിഷ്യരുടെ ദൈവദശകം ആലാപന സമയത്ത് അവിടെ കൂടി നിന്ന ആയിരക്കണക്കിന് ഗുരുഭക്തർ അതിശക്തിയായ ദുഃഖത്താൽ ശ്വാസം നിലച്ച മട്ടിൽ കണ്ണീരൊഴുക്കി നിന്നു. എല്ലാവർക്കും സ്വന്തം പ്രാണൻ പോകുന്ന വേദന അനുഭവപ്പെട്ടു. പരമദയാലുവായ ഗുരു എല്ലാവരെയും നോക്കി മന്ദസ്മിതം പൂണ്ടു. പിന്നെ ഗുരു സാവധാനം തന്റെ കണ്ണുകൾ അടച്ചു. ഇന്ദ്രിയവേദം ചെയ്തു. യോഗബലത്താൽ പഞ്ചപ്രാണനെ വരുതിയിലാക്കിക്കൊണ്ട് ആത്മപ്രാണനെ വന്ദിച്ചു. ഈ സമയം ദൈവദശകം അവസാന പദ്യത്തിലെത്തിയിരുന്നു. അവിടെ കാത്തുനിന്ന പ്രപഞ്ച ദേവതകൾ ഗുരുദേവന്റെ ആത്മചൈതന്യത്തെ കൂപ്പുകൈകളോടെ സ്വീകരിച്ചു. ഭക്തജനങ്ങളുടെ ചുണ്ടുകളിൽ അപ്പോഴും മന്ത്രജപം ഉറക്കെ ഉണർന്നു നിന്നിരുന്നു. ആഴമേറും നിന്മഹസ്വം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഗുരുദേവന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഗുരുദേവ. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഗൗരിമോളെ. ഗൗരിമോളെ പോലുള്ള കൊച്ചു കുട്ടികളിൽ നിന്നും ഗുരുദേവ സന്ദേശങ്ങൾ മറ്റുള്ളവരും കൂടി ശ്രവിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് അതൊരു ഉണർവ് തന്നെയായിരിക്കും. ഇനി ഇതുപോലെ ഒത്തിരി വേദികൾ മൂക്ക് കിട്ടട്ടെ എന്ന് മഹാഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മൂക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മോൾക്കൊപ്പം ഉണ്ട്.
വളരെ നന്ദി. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മോളെ ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല സൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് സ്ഫുടമായിട്ട് ഈ വാക്കുകളൊക്കെ എടുത്താ പൊങ്ങാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇത്രയും നേരം വളരെ കൃത്യമായിട്ട് പറഞ്ഞതിന് ഒരുപാട് സന്തോഷം. മോളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അടുത്ത്? ആ, അച്ഛനുണ്ട്. കാണാൻ പറ്റുക? നമസ്തേ. നമസ്തേ. ഒരുപാട് സന്തോഷം കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് മോള് പറയുന്ന കേൾക്കുമ്പോ നമ്മുടെ ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന സാറിന്റെ ഇരിപ്പുണ്ട്. രസികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അറിയാലോ, രസികുമാർ ആണല്ലോ കൊണ്ടുവന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ മകളെ ഞാൻ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതുപോലെ കുട്ടികളെ നമ്മളും ശ്രമിക്കുകയാണ് പഠിപ്പിച്ചെടുക്കാൻ. ഇത് മോളുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. ഒരുപാട് അനുഗ്രഹം, ഗുരുദേവന്റെ അനുഗ്രഹം ആ കുടുംബം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിക്കോട്ടെ, വളരെ സന്തോഷം. താങ്ക് യു മോളെ. താങ്ക് യു. സജീഷ് ഉണ്ടോ? സജീഷ് എന്തെങ്കിലും പറയണോ? സജീഷ് ഏട്ടൻ ഇല്ലെന്ന് തോന്നുന്നു. ഗണേഷ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണോ? ബൈച്ചേട്ടൻ. ഹലോ, നമസ്കാരം. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഗൗരിനന്ദ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ വരുന്ന ഇപ്പം കല പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ കുറെ കുട്ടികളുണ്ട്. ഇപ്പം ഈ ഇതിനകത്തില് പിന്നെ ഗുരുദേവ കൃതികൾ ആലപിക്കുന്ന അരുണിമ, അതേപോലെ തന്നെ ഹയ രാജേഷ്, അതേപോലെ ശിവാനി, ഇവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗൗരി മോളൊരു പ്രചോദനമാകും. കുറച്ചു നാൾ കഴിയുമ്പം ഇതുപോലുള്ള പ്രഭാഷണത്തില് നമ്മുടെ ഈ UK നിന്നുള്ള ആളുകള് കുട്ടികൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു പ്രഭാഷണം കേട്ടതില്. കുടുംബത്തിനും മോൾക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, എന്നാ ഇനി അടുത്ത പ്രയറിലേക്ക് കടക്കാം. ഓക്കെ. അടുത്തായിട്ട് ഗുരുസ്തവമാണ്. കുമാരി ശിവാനി സൂര്യലാൽ നോട്ടിഹാമിൽ നിന്നും ശിവാനി മോളെ ഈ പ്രയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, ആരായുകിലന്താമുഴിച്ചാതിമഹസിൻ നേരാമഴുകാട്ടും ഗുരുവല്ലോ പരദൈവം, ആരാധന തോർത്തിടും ഞങ്ങൾ കവിടുന്നാം നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. അൻപാർന്നവരുണ്ടോ, പരിവിജ്ഞാനികളുണ്ടോ, പെൺപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ, മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവന പാദം ഗുരുനാരായണമൂർത്തേ. അന്യർക്കു ഗുണം ചെയ്വതിനായുസുവപ്പുസ്സും തന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്വൂ, സന്യാസികളിൽ ഇങ്ങനെ ലില്യം മിയന്നോർ വന്യാശ്രമമേറുന്നവരും ശ്രീ ഗുരുമൂർത്തേ. വാദം ക്ഷമിക്കുമതപ്പൂരുകൾ കണ്ടും മോദ സ്ഥിതമായങ്ങു വസിപ്പൂ മല പോലെ, വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരു വന്താൻ വേദാദികൾ കൈവേട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. മോഹാകുലരാമ്യങ്ങളെ അങ്ങേയടിയിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കേട്ടിയഴപ്പൂ, ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. അങ്ങേ തിരുവുള്ളോറിയരമ്പിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം, എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകിൽ പോൽ ശ്രീ ഗുരുമൂർത്തേ.
നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. താങ്ക് യു. വളരെ മനോഹരമായിട്ടാണ് ശിവാനി മോള് ഗുരുസ്തവം ആലപിച്ചത്. മോക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ശിവപ്രസാദ പഞ്ചകം ആണ്. നോർവിച്ചിൽ നിന്നും അനന്തു പ്രകാശ്. അനന്തുമോനെ ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിവസങ്കര സർവശരണ്യ വിഭോ ഭവസങ്കര നാശന ഭാഹി ശിവ. കവി സന്ദരി സന്ദരവം തോറുമെൻ പവനാടു കമാടു മരം പൊരുളേ. പൊരുളെന്നു മുടമ്പുരു മക്കള് ഏറ്റിരലെന്നും ഇതൊക്കെയ നട്ടകരം. കരളീനു കലഞ്ഞു കരം കടലിൽ പൊരുളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. പിടിപ്പെട്ടു പുറന്നു മറിഞ്ഞ പിന കുരിയിൽ കുടികൊണ്ടു കുണങ്ങളുടം. കുടികൊണ്ടു കൊതിക്കുമരം കൊതി നീരടിരട്ടിയകത്തു നിറഞ്ഞെരി നീ. കളമുണ്ടു കറുത്തതു നീ കരളം കളമുണ്ടൊരു കൊണ്ടു കൃപാനിധിയെ. കളമുണ്ടൊരു കൊണ്ടൊരു തട്ടകടൽ കളവുണ്ടൊരു സീമ നിനക്കു നഹി. കനിവെന്നിലിരുട്ടിയ നങ്കരസ കനി തട്ടിയറിഞ്ഞു കരം കരുകി. തനിമുറ്റി പരുത്തു ചുരിഞ്ഞൊരകം കനകക്കൊടിയേ കരളേ കുകനി. ശിവസങ്കര സർവശരണ്യ വിഭോ ഭവസങ്കര നാശന ഭാഹി ശിവ. കവി സന്ദതി സന്ദരവം തോറുമെൻ പവനാടു കമാടു മരം പൊരുളേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വളരെ നന്ദി അനന്തുമോൻ. വളരെ മനോഹരമായി തന്നെ ശിവപ്രസാദ പഞ്ചകം ആലപിച്ചു. മോനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് പ്രാർത്ഥനയിൽ ശിവസ്തവമാണ്. പ്രപഞ്ച സൃഷ്ടി. ഹേവാഡ്ഹീതിൽ നിന്നും ശ്രീ സദാനന്ദൻ ദിവാകരൻ. സദാനന്ദൻ ചേട്ടനെ ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ചെവി മുതലഞ്ചുമെങ്ങു ചിതറാതെ മയങ്ങി മറിഞ്ഞവിടെയിരുന്നു കണ്ടറിയ കണ്ണിലണഞ്ഞഴിയും. ഇവകളിലെങ്ങും എണ്ണവും അടങ്ങി നിറഞ്ഞു പുറം കവിയുമതേതതിന്റെ കളി കണ്ടരുളിടകമേ. അകമുടലിന്നും ഇന്ദ്രിയമൊടുള്ള മഴിഞ്ഞെഴുമി പകലിരവിന്നുമാതിയിലിരുന്നറിയുന്നറിവാം. നഖയിലതൊക്കെയും ചുഴലവും തെളിയുന്ന നമുക്ക് കുടില വൈഭവങ്ങളിലടങ്ങിയിരുന്നരുളാം. അരുളിലണഞ്ഞിടുന്നുൾത്തിരമുഴങ്ങിയെഴുന്ന കുളിർന്നുരുമിഴിനാവിലം ഉണർന്നുറടും വിരിയും. അരനിമിഷത്തിലിതിങ്ങിരുന്നു തികഞ്ഞു വരും ദുരിത സമുദ്രമിമ്പമതിലെങ്ങു നമുക്കു ശിവ. ശിവ ശിവ മാത്രയിൽ പലതരം ചിതറുന്നു വെളിക്കിവകളിങ്ങലെങ്ങുമിന്നതറിഞ്ഞു നിറഞ്ഞരുളും. ശിവഭഗവാനെയും ചിതറുമാറു തികഞ്ഞു
വരുന്നിവരോട് പോരിന്നിരിയരുതേ കരുണാലയമേ. അലയുമിതൊക്കെയും കപട നാടകമെന്നറിയും നിലയിലിരുന്നറിഞ്ഞിഴവെന്നിത് നിനയ്ക്കുക നീ. തലയിലെഴും തരംഗനിര തള്ളി നിറഞ്ഞ് മഞ്ഞലർശര വൈരി നിന്നുടെ പദങ്ങളിലെങ്ങിനിയാം. ഇനി അലയാതെ നിന്തിരുവുടിക്കടിയൻ ദിനവും മനമലരിട്ടു കുമ്പിടുന്നതിങ്ങറിയുന്നതു നീ. ജനനമെടുത്തു ഞാനിതുകളിൽ പലതായി വലഞ്ഞനിശമെനിക്കിനി വണ്ണമൊരു വേദനയില്ല പരം. അപരമിതൊക്കെയും പരിചയക്കുറമ്പും അതിലിന്ന് അപജയമായണഞ്ഞതിനു കണ്ടറി നീ മനമേ. ജപപടമംഗമാമിതിലിരുന്നു ജപിക്കുകിലങ്ങ് പരതി വരുന്നു ചേരും അകതാരിലൊരിമ്പമതാം. അതുമിതുമെന്നുക മുന്നുക നിമിത്തമതിങ്കലഴും പതി പശുപാശമിങ്ങു പരമ്പരയായഴിയും. മതി കതിരോടു മണ്ണൊളി വിയർത്ത നിലഞ്ജനവും പതിയുടെ രൂപമെന്നിഹ നമിച്ചു പദം പണിയാം. പണി പലതായി വരുന്ന കനകത്തിലിരുന്നതുപോൽ അണിമിഴി കൊണ്ടു നിർമ്മിതമിതൊക്കെയും അത്ഭുതമാം. അണിയണമെന്നെ നിന്തുരുവടിക്കടിയൻ മലരാൽ അണിയണിയായി നിരന്നു തിരയറ്റുയരും കടലേ. കടലിലെഴും തരംഗ നിര പോലെ കലങ്ങി വരുന്നുടനുടനുള്ളഴിഞ്ഞു പല പറ്റൊഴിയുന്നതുപോൽ കടപടമെന്നെടുത്തിക തൊടുത്തു വഴക്കിടുമീ കുടമുടയുന്നതെന്നിനകമെടുത്തരുളീടണമേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വളരെ നന്ദി സദാനന്ദൻ ചേട്ടാ. സദാനന്ദൻ ചേട്ടനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ശ്രീ വാസുദേവാഷ്ടകമാണ്. നോട്ടിഹാമിൽ നിന്നും കുമാരി അമേയ വിനീത്, മാസ്റ്റർ ആര്യനാഥ് വിനീത്, രണ്ട് മക്കളെയും ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീവാസുദേവ സരസീരഃ പാഞ്ചജന്യ കൗമോദഗീ ഭയ നിവാരണ ചക്രപാണേ ശ്രീവത്സവത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. ഗോവിന്ദ ഗോവസുത ഗോഗണപാലലോല ഗോപീജനാംഗ കമനീയ നിജാംഗ സംഘ ഗോദേവി വല്ലഭ മഹേശ്വര മുഖ്യവന്ദ്യ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. നീലാളി കേശവരിഭൂഷിത ബർഹി ബർഹ കാളാമൃതികളായ കളേബരാഭ വീരസുഭക്ത ജനവത്സല നീരജാക്ഷ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. ആനന്ദരൂപ ജനകാനക പൂർവദുന്ദുഭിയാനന്ദ സാഗര സുധാകര സൗകുമാര്യ മാനാപമാനസമാനസ രാജഹംസ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. മഞ്ജീര മഞ്ജുമണി സിഞ്ചിത പാദപദ്മ കഞ്ചായദാക്ഷ കരുണാകര കഞ്ചനാഭ സഞ്ജീവനൗഷധ സുധാമയ സാന്തുരമ്യ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയമ്മേ. कंसासुरदिग्विजयी वीरघोर वैरागरामे विरोधकरादिशौरे हंसादिरम्य हरे सकलामयम्मे. संसार संगड विसंगड कंगडाय सर्वार्थदाय सदयाय सनातनाय सच्चिन्मयाय भवदे सदनमोस्तु श्रीभूपदे हर हरे सकलामयम्मे. भक्तप्रियाय भवशोक विनाशनाय
മുക്തിപ്രദായ മുനിവൃന്ദ നിഷേവിതായ നക്തം ദിവം ഭഗവതേ നദീരസ്മദീയ ശ്രീഭൂപദേ ഹര ഹരി സകലാമയമ്മേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വളരെ മനോഹരമായി തന്നെ രണ്ടു മക്കളും ആലപിച്ചു. രണ്ടുപേർക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മുടെ പ്രാർത്ഥനയില് ബാഹുലേയാഷ്ടകമാണ്. ഓക്സ്ഫോർഡിൽ നിന്നും മാസ്റ്റർ ശിവത് പ്രതീഷ്, മാസ്റ്റർ ദേവത് പ്രതീഷ് രണ്ട് മക്കളെയും ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം 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 മധൂമ പ്രഗത തടജട കോടി ഭോഗി പ്രഭൂരം അം 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 ആദിദേയ പ്രണത പദയുഗ അംബോരുഗ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രലസിത വപു ജ്യോതി ആനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്ര ഭ്രമഹര മനിഷം ഭാവേ ബാഹുലേയം ശ്രീം 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 ശിഷ്യശക്കന്ദര അകം അമരരാരണ്യ സമ്മർദ്ദവന്യം ഐം 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 ഐങ്കുലി സപ്തല മനുമിലിത പ്രാചിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമദവദഹനം ദേശ നിർമൂലനാശം സൗം 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 സൗരകാദി ബ്രഹ്മ ആനിഷ് ഭാവേ ബാഹുലേയം ശം 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 ശബ്ദരൂപം ശശിധരം ശങ്കരം ശ്യാമമൂർത്തിം ശിം 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 ശിഷ്ടിവന്ധ്യം ശിശിരനിലയനം ശിക്ഷിതാനേകലോകം ശിം 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 ശുഭ്രഹാസം ശുഭഹരമതി സന്ദേഹ സന്തോഹനാശം ശം 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 ശക്ലിതാന്തം സിതഭസിതകണൈർഭാവേ ബാഹുലേയം. മോന്റെ പേര് ശിവത് പ്രതീഷ് ആണോ മോൻ? വളരെ മനോഹരമായി ചൊല്ലി കേട്ടോ. മോനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തായിട്ട് ദേവി പ്രണാമ ദേവ്യഷ്ടകമാണ്. ഓക്സ്ഫോർഡിൽ നിന്നും ശ്രീ രസികുമാറിനെ ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പാദഭക്തജന പാലനാധിക പരായണ ഭവഭയാപഹ ഭൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദിപുര പൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാഹൃത ശാരദ ശശാങ്ക ശേഖര ശിവ ശിവ ശിവമുദീയത നീലനീരത നിഭാ നിശാകര നികാശ നിർമ്മല നിജാനന ലോലലോചന ലലാമ ശോഭിത ലലാടലാലിത ലലാടിക ശാലിദാ ശകുല ശാരദാ ചരണചാരി ശാശ്വത ശുഭാവഹ കാലകാല കമനീയ കാമുക കലാകലാപ കലിതാവത കുംഭി കുംഭ കുജ കുംഭ കുങ്കുമ വിശുംഭി ശംഭു ശുഭ സംഭവ ജൃംഭി ജംബരിഭ ജൃംബളസ്തനി നിഷേവ്യമാണ ചരണാംബുജ ഡിംബ കുംഭി മുഖ ബാഹുലേയല സദംഗകാ വിതുര പങ്കക ഡാംബികാസുര നിശുംഭ ശുംഭ മധിനീ തനോദ് ശിവമംബിക ദാരിദാദിഘന ദാരികാദമിത ദാരുണാഘനരയശ്ചട മാരമാരണമരാമരാളമണിമത്തരാഗ പരമാനിനി ശൂരശൂരധനസൂനുസാരമര താരകാസുരരിബുപ്രസൂ രാജരാജരമണീര പാരമിത രാജിതാമല പദാവത കേലയാ സ്വദിത ഹാലയാ കുലിത കാലയാ മലിന ശ്രീലയാ
വ്രീലയാ ഫലിതഫാലയാ വിമലമാലയാ സമരവേലയാ സ്ഥൂലയാ ബഭുഷി ബാലയാ കുശലമൂലയാ ജലദകാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ രാമയാ വിമതവാമയാ ശമിതകാമയാ സുമിതസീമയാ ഭൂമയാധികപരോമയാ ഘനകദംബയാ വിദുരിതാമയാ ഘോരയാ സമരവീരയാ കലിതഹീരയാ സമരഭാരയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ ഹാരയാ ജലദമീരയാ ശമിതമാരയാ തപവിതാരയാ ഭൂമയാധികവികാരയാ ചകിതചോരയാ സകലസാരയാ വീരയാ ച ശിവധാരയാ മുലിതഹീരയാ നമിതശൂരയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ സാശയാ വിദുതപാശയാ വിതൃതപാശയാ സരജനീശയാ ശോഷയാനപദപാശയാ കുജവിഘോഷയാ വിനുതമേശയാ സേനയാ സുമതനാശയാ ഹൃദഹരാശയാ ദമിതനാശയാ ഹേലയാ ധൃതസുഘോഷയാ ദിവി വിഭോജയേ വിമതനാശയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. താങ്ക് യു. വളരെ നന്ദി ശ്രീ രസികുമാർ. രസികുമാറിനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ആത്മോപദേശ ശതകം 21 മുതൽ 30 വരെയുള്ള ഭാഗമാണ്. ശ്രീമതി ആശ ബാബു. ആശ ചേച്ചി ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയമപരന്റെ യതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയമിപ്രകാരമാകും. നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനതോ മുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഒരുവനു നല്ലതും അന്യൻ അല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നു. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്നവയവിയാവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നനയ്ക്കുന്നവശതയാം അവിവേകമൊന്നിനാലേ. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനത നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. അടിമുടി അറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവിലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്തും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തുമതല്ലയാകിൽ മായ മനുവുരുമിട്ടുമിരിക്കിൽ മായ മാറും. ജഡമറിവീല അറിവിന്നു ചിന്തയിൽ ഓതിടുകില്ലയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമന്നുഴലുന്നതിലില്ല നൂനം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.
വളരെ മനോഹരമായി തന്നെ ആത്മോപദേശ ശതകം ആശ ചേച്ചി ആലപിച്ചു. ആശ ചേച്ചിക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ഗദ്യപ്രാർത്ഥനയാണ്. ശ്രീ ദുർഗാദാസ് മലയാറ്റൂരിൽ നിന്നും ഈ പ്രാർത്ഥനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ UK സേവനം സംഘാടകർക്കും ഭാരവാഹികൾക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. ഓൺലൈനിൽ കൂടിയാണെങ്കിലും മകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതിൽ സംഘാടകരുടെ നേതൃത്വ ചിന്തകൾക്ക് വളരെ വലിയൊരു അമൂല്യമായ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ഒരു ആകാശം നിറയെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ മകള് ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്ന രീതിയും നമ്മൾ പുറത്ത് ഔട്ട്പുട്ട് മൈക്കിൽ സംസാരിക്കുന്ന രീതിയും വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പിന്നെ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു കൊച്ചു ടെമ്പോ ഫീലിംഗ് എനിക്ക് ഉണ്ടായി. എങ്കിലും അതെല്ലാം സാദരം അതിന്റെ അവസ്ഥാവിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. ഗദ്യപ്രാർത്ഥന. ഓ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്നു രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകും അതിൽ തന്നെ ലയിക്കുന്നതുമാകും. അതിനാൽ പരമാത്മാവല്ലാതെ വേറെ ഒന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തു കളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിയിച്ചു നല്ല വഴിയെ കൊണ്ടുപോകുമോ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. അല്ലയോ പരമാത്മാവേ, ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകേണമേ. അല്ലയോ ദൈവമേ, കണ്ണുകൊണ്ടു കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീർക്കുമിള പോലെ നിലയറ്റതാകും. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല,
അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിനു മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനിതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടു തന്നെയിരിക്കും. പ്രകാശിച്ചു കൊണ്ടു തന്നെയിരിക്കും. ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ. നീ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് നീ എന്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്കു നിന്റെ പരമാനന്ദം നൽകേണമേ നൽകേണമേ. എന്റെ ലോകവാസം കഷ്ടപ്പാടു കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും നിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ ഉണ്ടാകണമേ ഉണ്ടാകണമേ. ഓം ശാന്തി ശാന്തി ശാന്തി. താങ്ക് യു. വളരെ നന്ദി സാർ. പലപ്പോഴും ഗദ്യപ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് അത് ഏറ്റു പറയുന്നതാണ് കേട്ടിട്ടുള്ള. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഈണത്തോടെ ഗദ്യപ്രാർത്ഥന ചൊല്ലുന്നത് കേൾക്കുന്നത്. വളരെ നന്ദി. താങ്കൾക്കും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. തന്നെ നമ്മുടെ ഒരു സംഗീത അധ്യാപകനൂടെയാണ്. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ അനുഭവം സാറേ. ഇത്ര പാതിരാത്രിയായി അവിടെ, എന്നിട്ടും നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന മോളുടെ പ്രഭാഷണമൊക്കെ വളരെയധികം ഞങ്ങൾ ആസ്വദിച്ചു. തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഗദ്യപ്രാർത്ഥന ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചു പോയിരുന്ന് അങ്ങനെ അതുപോലെ അങ്ങ് ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക നവ്യ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ധന്യ പറഞ്ഞ പോലെ മഹാഗുരുവിന്റെ അനുഗ്രഹം സാറിനും കുടുംബത്തിനും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വേളയിൽ ഞങ്ങളോടൊപ്പം കുടുംബസമേതം എന്ന് തന്നെ പറയാം, ഞങ്ങളോടൊപ്പം വന്ന് പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ആൻഡ് ധന്യ ടേക്ക്. താങ്ക് യു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനയില് ഗുരുപുഷ്പാഞ്ജലി ആണ്. മംഗളം സമർപ്പണം ശ്രീ സദാനന്ദൻ ദിവാകരൻ, ഹേവാഡ് ഹേതിൽ നിന്നും. കലച്ചേച്ചി റെഡി അല്ലേ? റെഡിയാണ് കേട്ടോ. ഓക്കെ. സദാനന്ദൻ ചേട്ടൻ റെഡിയാണോ? അപ്പുറത്ത് വരാവോ? ഓം ഹംസാഭ്യാം പരിവിത്രപത്രകമലൈർ
ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമകണ്ഠ ചിത്കനരസം പൂർണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേദിവും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം മനുഷ്യ വിഗ്രഹായ നമഃ. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രകൃഷ്ടാത്മനേ നമഃ. ഓം വീതരാഗഭയക്രോധശോകമോഹമാനസായ നമഃ. ഓം അവ്യയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം നിഗമാന്തജ്ഞായ നമഃ. ഓം ആജ്ഞാനുവർത്തിലോകായ നമഃ. ഓം സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഗ്രഹ്യായ നമഃ. ഓം ദേഹാത്മബുദ്ധിനിഹന്ത്രേ നമഃ. ഓം നാശിതാശേഷ കന്മഷായ നമഃ. ഓം ഭക്തി സംയുക്തായ നമഃ. ഓം സ്ഥൂല സൂക്ഷ്മകാരണ ശരീരാതിരിക്തായ നമഃ. ഓം കാരുണ്യ സമ്പൂർണായ നമഃ. ഓം ബാഹ്യകർമ്മേന്ദ്രിയാതിരിക്തായ നമഃ. ഓം സഗുണപ്രതിവ്യാധി ഭൂതോത്തരായ നമഃ. ഓം അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. ഓം ദേവതിര്യങ് മനുഷ്യാവച്ചിന്നാത്മനേ നമഃ. ഓം അവബോധിതമായാമയ പ്രപഞ്ചായ നമഃ. ഓം അന്നമയാദികോശ വിലക്ഷണായ നമഃ. ഓം വർണ്ണാശ്രമാദാചാര്യ പ്രവഹാര പരാത്മുഖായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം സർവശക്തായ നമഃ. ഓം ആർത്താത്രിഹരണായ നമഃ. ഓം ആനന്ദദായകായ നമഃ. ഓം വാസ്തവജ്ഞാനതൃപ്തായ നമഃ. ഓം ദൃക്രൂപായ നമഃ. ഓം ജഡബോധ വിവർജിതായ നമഃ. ഓം സർവമുക്തായ നമഃ. ഓം സകൃത്യ ജ്ഞാനദാനോർക്കർഷായ നമഃ. ഓം അജ്ഞാന വിനാശിത വിജ്ഞാനായ നമഃ. ഓം ഭിക്ഷാന്ന വിഭക്ത്രേ നമഃ. ഓം യഥാർത്ഥ ജ്ഞാനദായ നമഃ. ഓം ഭ്രാന്തിജ്ഞാന വിനാശകായ നമഃ. ഓം ലോകവർത്തിനേ നമഃ. ഓം വിപരീതഗതി നിഹന്ത്രേ നമഃ. ഓം സത്യമാർഗപ്രദായകായ നമഃ. ഓം ഭക്താമോദപ്രദായകായ നമഃ. ഓം പൂർണ്ണാദ്വൈത നിരൂപാധിക പരബ്രഹ്മവിദേ നമഃ. ഓം ക്ഷണപ്രഭാവ ബുദ്ധഭോഗായ നമഃ. ഓം ബാഹ്യേന്ദ്രിയ വൃത്തിദാസീനായ നമഃ. ഓം ആത്മനിഷ്ഠാപരായ നമഃ. ഓം തുഷ്ടായ നമഃ. ഓം മായാവൃത്തിരഹിതായ നമഃ. ഓം ആനന്ദസ്വരൂപായ നമഃ. ഓം ജ്ഞാനാമൃതപ്രദാത്രേ നമഃ. ഓം സർവലോക പ്രപൂജിതായ നമഃ. ഓം ഇന്ദ്രിയാർത്ഥരതിരഹിതായ നമഃ. ഓം ആനന്ദവിലീനാത്മനേ നമഃ. ഓം നിഷ്കളാത്മനേ നമഃ. ഓം ജന്മനാശരഹിതായ നമഃ. ഓം ഉത്തീർണഭവാർണവായ നമഃ. ഓം നിശ്ചലായ നമഃ. ഓം ബ്രഹ്മഭിന്നവസ്തുബോധഹീനായ നമഃ. ഓം ശൈവാദിമതഭേദരഹിതായ നമഃ. ഓം നിർവാപിത മാനസികമലായ നമഃ. ഓം മോക്ഷോപദേശപ്രദായ നമഃ. ഓം ദൂരാശാദി ദുർഗുണദൂരായ നമഃ. ഓം ജന്മകാരണ പ്രദർശകായ നമഃ. ഓം വിഷയബീജി ഭ്രാന്താശകനാശകായ നമഃ. ഓം ത്രികാലജ്ഞായ നമഃ. ഓം നിരാവരണചേതസേ നമഃ. ഓം യോഗീന്ദ്രവര്യായ നമഃ.
ഓം കൃപാർദ്രഹൃദയായ നമഃ. ഓം അഖൗഗനാശകായ നമഃ. ഓം പ്രഗോവാദി സക്ഷിണേ നമഃ. ഓം ശിഷ്യാത്മഭാസ്കരായ നമഃ. ഓം അജ്ഞാനാന്തജ്ഞാനദൃഷ്ടിപ്രദായ നമഃ. ഓം ക്ഷണഭംഗുര വിഷയ വിരക്തായ നമഃ. ഓം കാമാദിജന്യഭൂതദേഹബോധായ നമഃ. ഓം നിത്യാത്മനേ നമഃ. ഓം പ്രകാശിത നിത്യാത്മബോധായ നമഃ. ഓം അജ്ഞജന്മനിഷ്ഫലബോധായ നമഃ. ഓം ദർശനമാത്ര ഭഗവദ്ധ്യാനവാസന പ്രദായ നമഃ. ഓം ദേഹമോഹ വിനിമൃക്തായ നമഃ. ഓം പരാക്ഷേപ വിഹീനായ നമഃ. ഓം ജ്ഞാനപ്രസംഗ പ്രകൃഷ്ടാത്മനേ നമഃ. ഓം ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമഃ. ഓം വിബോധിത വർണ്ണധർമായ നമഃ. ഓം പ്രമോദിത സജ്ജനായ നമഃ. ഓം ശുദ്ധജ്ഞാന ഘനാചാര്യായ നമഃ. ഓം സങ്കൽപ്പാർത്ഥ സർവലോക വീക്ഷകായ നമഃ. ഓം നിദിധ്യാസിദ്ധവ്യായ നമഃ. ഓം കാലത്രയ സമ്പൂർണായ നമഃ. ഓം അഖണ്ഡവസ്തുജ്ഞായ നമഃ. ഓം സർവോത്തമ സുഖദായ നമഃ. ഓം പ്രാണിഹിംസ പരാഗ്മുഹായ നമഃ. ഓം സ്നേഹസ്വരൂപായ നമഃ. ഓം സംസാരരോഗ വിഷജേ നമഃ. ഓം ബ്രാഹ്മണത്വാദിജാതിരഹിതായ നമഃ. ഓം സ്വയം പ്രകാശാഖണ്ഡരൂപായ നമഃ. ഓം സത്യഗിരേ നമഃ. ഓം ശിവായ നമഃ. ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ. ഓം സ്വായത്തമനസ്കായ നമഃ. ഓം ധർമ്മ സംസ്ഥാപകായ നമഃ. ഓം വിഷയവിരക്തായ നമഃ. ഓം സ്വസ്വരൂപാജ്ഞ ഭ്രാന്തി നിവാരകായ നമഃ. ഓം സുവര പ്രമോദപര കർമ്മണേ നമഃ. ഓം അകൃത്യ പരാത്മുഖ പ്രസംഗായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം സ്വാനുഭോക്തവ്യ പുണ്യപാപബോധായ നമഃ. ഓം പ്രണീതാർത്ഥിനേ നമഃ. ഓം വിദ്യാസംവിദേ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം വിശ്വം വ്യാപിനമാദിദേവമമലം നിത്യം പരം നിഷ്കളം നിത്യോദ്ബുദ്ധ സഹസ്രപത്രകമലേ രുദ്രാശ്വരേ മണ്ഡപേ നിത്യാനന്ദമയം സുഖൈകനിലയം സത്യം ശിവം സ്വപ്രഭം ധ്യായേത് ഹംസപദം പരാൽപരതരം സ്വച്ഛന്ദ സർവാഗമം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്വൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ നന്ദി സദാനന്ദൻ ചേട്ടാ. സദാനന്ദൻ ചേട്ടനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതോടെ ഇന്നത്തെ ഈ പ്രയർ നടത്തിയത് ശ്രീ ജയനും കുടുംബവുമാണ്. ചേട്ടനും കുടുംബത്തിനും മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ സൂം മീറ്റിംഗിലൂടെ
ഈ ചതയദിന സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാ ഗുരുദേവ വിശ്വാസികൾക്കും അവരുടെ കുടുംബത്തിനും ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെ വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇനി അടുത്ത ഓൺലൈൻ പ്രയറിൽ എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ശുഭദിനം.